ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എൻ വഴി കുറവു തീർത്തു. എൻ വഴി കുറവു തീർത്തു. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എന്നുഴച്ചകളെ കണ്ണുനീർ തുരുത്തിയിലും. എന്നുഴച്ചകളെ കണ്ണുനീർ തുരുത്തിയിലും. നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ. നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ. ഒന്നിലും ഭയപ്പെടില്ല. ഒന്നിലും ഭയപ്പെടില്ല. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. യഹോവ എൻ പരിപാലകൻ വലഭാഗത്തെന്നും തണലും. യഹോവ എൻ പരിപാലകൻ വലഭാഗത്തെന്നും തണലും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനാകിലും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനാകിലും. ഒന്നും എന്നെ ബാധിക്കയില്ല. ഒന്നും എന്നെ ബാധിക്കയില്ല. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. ആരോ കഷ്ടം
കഴിയും, ഏഴാമത്തേതിലും കാക്കും. 6 കഷ്ടം കഴിയും, ഏഴാമത്തേതിലും കാക്കും. തിന്മ തൊടാതവൻ നന്മയാൽ കാത്തിടും, തിന്മ തൊടാതവൻ നന്മയാൽ കാത്തിടും. വൻകൃപയിൽ ദിനവും, വൻകൃപയിൽ ദിനവും. കഷ്ടങ്ങൾ തീർന്നിടാറായി, പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി, പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും, എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും, എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 34 സങ്കീർത്തനം 12 വാക്യം നമുക്ക് വായിക്കാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ? ജീവനെ ആഗ്രഹിക്കുന്നവൻ, നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുന്ന മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യനോട് ദാവീദ് രാജാവിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പ്രബോധിപ്പിക്കാനുണ്ട് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ കൂടെയെല്ലാം ബാല്യകാലം മുതൽ ചിരിച്ചും കളിച്ചും വളർന്നു വന്നതായ നമ്മുടെ ധാരാളം സ്നേഹിതന്മാരുണ്ട്. അവരെല്ലാവരും പരീക്ഷകളിൽ ജയിച്ചോ? അവരെല്ലാവരും ശ്രേഷ്ഠരായി തീർന്നോ? നമുക്കൊന്ന് ചിന്തിച്ചാലറിയാം, അവരിൽ അനേകരും ജീവിതം താറുമാറാക്കി കളഞ്ഞു. നമ്മൾ തന്നെയും ഇന്ന് അല്പം പ്രായമായ അവസ്ഥയിലിരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇതിനേക്കാൾ കുറേയേറെ നമുക്ക് നന്നാക്കാമായിരുന്നു, ശോഭനമാക്കാമായിരുന്നു, വിദ്യാഭ്യാസം നേടാമായിരുന്നു, സ്നേഹത്തോടെ ഇടപെടാമായിരുന്നു, ഐശ്വര്യാഭിവൃദ്ധിയും പ്രാപിക്കാമായിരുന്നു, കുറേ കൂടെ വിശുദ്ധിക്ക് വില കൊടുക്കാമായിരുന്നു. ജീവിതം താറുമാറാക്കി കളയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് ഇന്ന് നമുക്ക് നല്ല സുബോധമുണ്ട്. ഈ സുബോധം വന്നതായ ഒരു മനുഷ്യനാണ് ശലോമോൻ രാജാവ്, ദാവീദ് രാജാവിൻ്റെ മകനായ ശലോമോൻ. സഭാപ്രസംഗി എന്ന പേരുള്ള ഒരു പുസ്തകമുണ്ട് വേദപുസ്തകത്തിൽ. കാത്തലിക് ബൈബിളിൽ സഭാപ്രഭാഷകൻ എന്ന് പറയും. സഭാപ്രസംഗി അഥവാ സഭാപ്രഭാഷകൻ ആരാണത്? അത് ശലോമോൻ രാജാവാണ്. ശലോമോൻ എന്ന പേര് വേദപുസ്തകത്തിലില്ലെങ്കിലും ദാവീദിൻ്റെ മകനായ രാജാവാണ് എഴുതിയതെന്ന് പറഞ്ഞിരിക്കുന്നു. ദാവീദിൻ്റെ മകൻ ഒരാളെ രാജാവായുള്ളൂ, അത് ശലോമോനാണ് ആ പുസ്തകം എഴുതിയത്. ശലോമോൻ്റെ അല്പം മുതിർന്ന പ്രായത്തിൽ, കുറച്ചൊരു വാർദ്ധക്യത്തിലേക്ക് വന്ന കാലത്ത് യൗവനത്തിലേക്ക് തിരിഞ്ഞു നോക്കി ശലോമോൻ പറഞ്ഞതായിട്ടും എഴുതിയതായിട്ടുമാണ് ആ സഭാപ്രസംഗി എന്ന പുസ്തകം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യൗവനക്കാരൻ എങ്ങനെ, യൗവനപ്രായം എങ്ങനെയെല്ലാം ചെലവഴിക്കണമെന്ന് ശലോമോൻ ഓർപ്പിക്കുന്നുണ്ട്. അത് യൗവനത്തിലല്ല ഓർപ്പിക്കുന്നത്, അത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി യൗവനകാലം എങ്ങനെയായിരുന്നു ചെലവഴിക്കേണ്ടതെന്ന് ശലോമോൻ ഓർപ്പിക്കുന്നതായിട്ടാണ് ആ വേദവാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശലോമോൻ ഒരു വെൽ പ്ലാൻഡ് ലൈഫ് നയിച്ചൊരു മനുഷ്യനായിരുന്നു. ശലോമോന് നമ്മളോട് പറയാനുള്ളതായ ഏറ്റവും ശക്തിയേറിയതും പ്രബോധനാത്മകമായ വാക്യമാണ് അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. 12-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യം. അത് നമുക്കൊന്ന് കേൾക്കാം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ശലോമോൻ ഓർപ്പിക്കുകയാണ്, യൗവനകാലത്ത് നല്ല വിവേകത്തോടുകൂടെ പെരുമാറണമെന്ന്. യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്നെല്ലാം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ശലോമോൻ ഓർപ്പിക്കുന്നുണ്ട്. കാരണം
കാലങ്ങൾക്ക് വ്യത്യാസം വരും, അവസ്ഥയ്ക്ക് മാറ്റം വരും, സാഹചര്യങ്ങൾ മാറും, ആരോഗ്യസ്ഥിതി മാറും, സാമ്പത്തിക സ്ഥിതി മാറും, മനുഷ്യൻ്റെ അവസ്ഥ മാറും. അത് ഓർത്തുകൊണ്ട് വേണം മനുഷ്യൻ ചെറുപ്രായം മുതൽ ഓരോ സ്റ്റെപ്പും വയ്ക്കാനെന്നാണ് ശലോമോൻ പറയുന്നത്. ശലോമോൻ വെൽ പ്ലാൻഡായിട്ടാണ് ജീവിതം ആരംഭിച്ചത് തന്നെ. നമുക്കറിയാം, ലോകത്ത് പല രാജ്യങ്ങളും പല സിറ്റീസും വെൽ പ്ലാൻഡ് സിറ്റീസ് എന്ന് പറയും. ഇന്ത്യയിൽ ചാണ്ഡീഗർ എന്ന് പറയുന്ന ആ പട്ടണം വെൽ പ്ലാൻഡ് സിറ്റിയാന്ന് പറയും. എന്ന് വെച്ചാൽ അവിടുത്തെ റോഡുകൾ, അവിടുത്തെ താമസ സ്ഥലങ്ങൾ, ഇൻഡസ്ട്രിയൽ ഏരിയ, ഹോസ്പിറ്റൽ ഏരിയ, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം സാധാരണ പട്ടണങ്ങളെ പോലെ അവിടെ ഇവിടെയെല്ലാമായിട്ട് ചിതറിക്കിടക്കുകയില്ല. എല്ലാം എവിടെയായിരിക്കണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടുണ്ടായതായ ഒരു സിറ്റിയാണ് ചാണ്ഡീഗർ എന്ന് പറയും. ശലോമോനും തൻ്റെ ജീവിതം വെൽ പ്ലാൻഡായിട്ടാണ് ആരംഭിച്ചത്. ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലാണ് ശലോമോൻ്റെ ജീവിതം ശലോമോൻ ആരംഭിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 6-ാമത്തെ വാക്യം ശലോമോൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോടുകൂടെ ശലോമോൻ ആരംഭിക്കുകയാണ് ജീവിതം. എന്താണ് ആദ്യമായി പ്രാർത്ഥിക്കുന്നത്? 3:6. അതിന് ശലോമോൻ പറഞ്ഞ എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശലോമോൻ ആദ്യമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തൻ്റെ സ്വന്തം പിതാവിനെ കുറിച്ചുള്ളതായ അതിശ്രേഷ്ഠമായ ഒരു സാക്ഷ്യത്തോടു കൂടിയാണ്. അത് സാധാരണ ലോകത്ത് അങ്ങനെ സ്വന്തം പിതാവിനെക്കുറിച്ച് ഇത്രയേറെ സാക്ഷ്യത്തോടെ സംസാരിക്കാൻ കഴിയുന്ന യുവതി യുവാക്കന്മാരാരെല്ലാം ഉണ്ടാകുമെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ശലോമോൻ തന്നെ പറയുകയാണ്, നിന്റെ ദാസനായ എൻ്റെ പിതാവ്. ഒന്നുകൂടെ നമുക്ക് കേൾക്കാം വാക്യം. അതിന് ശലോമോൻ പറഞ്ഞെന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥിയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നിന്റെ മുമ്പാകെ നടന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര ശ്രേഷ്ഠമായ സാക്ഷ്യമാണ്! എൻ്റെ അപ്പൻ ദൈവം തന്നെ കാണുന്നുള്ള ബോധ്യത്തോടെ നടന്നു, ദൈവം മുമ്പാകെ നടന്നു, സത്യത്തോടും നീതിയോടും പവിത്രമായി നടന്നു. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യങ്ങളൊക്കെയാണ് അസുഖത്തിൽ ആത്മീയ രംഗത്ത് നാം എത്തിപ്പിടിക്കേണ്ടതായ അനുഭവങ്ങളെന്ന് പറയുന്നത്. സ്വന്തം മക്കളിൽ നിന്ന്, സ്വന്തം പങ്കാളിയിൽ നിന്ന്, സ്വന്തം കൂട്ടാളിയിൽ നിന്ന് നാം എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവോ ആ രംഗത്തു നിന്നെല്ലാം ഉള്ളതായ നമ്മുടെ സാക്ഷ്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം എത്തിപ്പിടിക്കേണ്ടതായ ലക്ഷ്യങ്ങളിലൊന്ന്. അവർക്ക് നമ്മളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കഴിയും. കാരണം ശലോമോൻ അവൻ്റെ അപ്പനായ ദാവീദിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ശലോമോൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് നടന്നതെന്ന്. എന്നുവെച്ചാൽ തന്നെ സദാ ദൈവം വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള നല്ല ബോധ്യം, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള നല്ല ബോധ്യം ദാവീദിനുണ്ടായിരുന്നു എന്ന് സ്വന്തം മകനായ ശലോമോൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചുള്ളതായ സാക്ഷ്യം എപ്രകാരമുള്ളതായിരിക്കും? സാക്ഷ്യത്തിന് വലിയ വിലയുണ്ട്. അത് അവരെ വെറുതെ ഒരു കാഴ്ചക്കാർ അല്പനേരം നമ്മളെ പരിചയമുള്ളവർ പറയുന്ന ഒരു സാക്ഷ്യമല്ല. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ പറയുന്ന സാക്ഷ്യം, നമ്മുടെ ഭവനത്തിലുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം. ഏലിയ പ്രവാചകനെക്കുറിച്ച് ഒരു വിധവയായ സ്ത്രീ പറയുന്നൊരു സാക്ഷ്യമുണ്ട് വേദപുസ്തകത്തിൽ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ്. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചന സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. നീ ദൈവപുരുഷനാണ്, നീ ഒരു ദൈവപുരുഷൻ തന്നെയാണ്. കാരണം ഏതാണ്ട് 3 വർഷക്കാലം ആ വിധവയുടെ ആ വീട്ടിൽ ഒളിച്ചു പാർത്തതായ പ്രവാചകനെക്കുറിച്ച്, ആ വിധവയും ഒരു ചെറിയ മകനും മാത്രമേ ആ വീട്ടിലുള്ളൂ. അവിടെ ദൈവകൽപ്പന പ്രകാരം ജീവിക്കാൻ ഇടവന്നതായ ആ പ്രവാചകനെക്കുറിച്ച്
ആ സ്ത്രീ, വിധവയായ സ്ത്രീ പറയുന്ന സാക്ഷ്യമാണ്, നീ സാക്ഷാൽ ദൈവ പൈതലാണ്, നീ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, നിന്റെ നാവിലുള്ളത് ദൈവത്തിൻ്റെ വചനവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ശ്രേഷ്ഠമായ സാക്ഷ്യങ്ങളാണ്. ഇതെല്ലാം ആത്മാവിൽ ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് ലഭിക്കുന്നതായ സാക്ഷ്യങ്ങളാണ്. ഇതൊന്നും ഒരു സാധാരണ ആത്മീയ ജീവിതത്തിൽ ശരിയായ അടിസ്ഥാനമില്ലാത്തവർക്കോ ലഭിക്കുകയില്ല. കാരണം നല്ല ഇളകാത്ത പ്രകൃതമുണ്ടായിരിക്കണം, നല്ല ഇന്ദ്രിയ നിയന്ത്രണമുണ്ടായിരിക്കണം, ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നതായ ഒരു നല്ല ഹൃദയമുണ്ടായിരിക്കണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം മുതലായ നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. 1 തെസ്സലോനിക്ക 2:5 പൗലോസ് അപ്പോസ്തലൻ പറയും, ദൈവം സാക്ഷിയാണെന്ന് പറയും. തൻ്റെ ജീവിതത്തിലെ ഒരു കാര്യത്തിന് ദൈവം സാക്ഷിയാണ്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 1 തെസ്സലോനിക്ക 2:5. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ദൈവം സാക്ഷിയാണ്. അതിന് 10-ാമത്തെ വാക്യം കൂടെ വായിക്കണം. ദൈവം സാക്ഷിയാണ്. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലം ഉപയോഗിച്ചിട്ടില്ല. മുഖസ്തുതിയോടുകൂടെ ആരെയും പ്രശംസിച്ചിട്ടില്ല. വ്യാജമായ കൗശലമായ ഒരു പണത്തിൻ്റെ കാര്യത്തിലോ ഒരു മുഖസ്തുതി പറഞ്ഞ കാര്യം കാണുന്നതായ കാര്യമോ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വ്യക്തമാണ്, ദൈവം സാക്ഷി. അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാം. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. എത്ര പവിത്രമായും എത്ര അനന്യമായും നടന്നു എന്നുള്ളതിന് നിങ്ങളും ദൈവവും സാക്ഷി. ദൈവമക്കളെ, എത്ര കൃത്യമായ ജീവിതമാണ് നയിക്കുന്നത്. ഇതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് വിശുദ്ധ ജീവിതം. ഇങ്ങനെയുള്ളവരെയാണ് ദൈവം വിശുദ്ധ സന്തതി എന്ന് വിളിച്ചത്. ഇങ്ങനെയുള്ളവരാണ് വിശുദ്ധന്മാർ. കാരണം ഒരു കൗശലമില്ല, പണത്തിൻ്റെ കാര്യത്തിലില്ല, നീതിയായും പവിത്രമായും നടന്നു. അതിന് ദൈവം സാക്ഷി. മനുഷ്യർ മാത്രമല്ല സാക്ഷി, നല്ല പ്രാഗൽഭ്യമാണ്, ദൈവവും സാക്ഷി. ദാവീദിനെക്കുറിച്ച് സ്വന്തം മകനായ ശലോമോൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത്. അങ്ങനെ ജീവിച്ചു വന്ന ദാവീദിൻ്റെ മകനായ ശലോമോൻ മുമ്പോട്ട് ജീവിച്ചു വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സഭാപ്രസംഗി 12:8 വായിക്കാം. ഹാ മായ സകലവും മായത്രേ എന്ന് സഭാപ്രസംഗി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ശലോമോൻ പറയുകയാണ്, എൻ്റെ കണ്ണ് എന്നെ വഞ്ചിച്ചു കളഞ്ഞു. സകലവും മായ. ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഞാൻ ചിന്തിച്ചതുപോലെയല്ല. എൻ്റെ കണ്ണ് എന്നെ വഞ്ചിക്കുകയായിരുന്നു. ശലോമോൻ ഓർപ്പിക്കുകയാണ്, ഞാൻ നിരൂപിച്ചതുപോലെയല്ല, എല്ലാം മായ. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ഓർത്തുകൊള്ളണം, നമ്മുടെ കണ്ണ് നമ്മളെ വഞ്ചിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം ദുഷ്ടൻ്റെ അധീനതയിലാണ്. പിശാച് നമ്മുടെ കണ്ണിനെ ഉപയോഗിച്ച് നമ്മളെ വഞ്ചിച്ചേക്കാം. നമ്മുടെ കാഴ്ചയും നമ്മുടെ കാഴ്ചപ്പാടും മാറ്റിയേക്കാം. നമ്മുടെ നിരൂപണം മാറ്റിയേക്കാം. നാം കാണുന്നതെല്ലാം ശരിയാണെന്ന് ഭൗതികമായ കണ്ണുകൊണ്ട് നോക്കി ആത്മീയമായി ജീവിക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. ഭൗതികമായ കണ്ണുകൊണ്ട് നോക്കി ഒരു ആത്മീയ ജീവിതം നയിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. നമുക്കറിയാം, നമ്മുടെ എല്ലാം പരിചയത്തിലുള്ള എത്രയോ ചെറുപ്പക്കാർ, എത്രയോ യുവതീ-യുവാക്കന്മാർ, അവർ കാണുന്നതെല്ലാം ശരിയെന്ന് വിചാരിക്കുന്നു. സ്നേഹം. ചെറുപ്പക്കാരൻ എന്നോടുള്ളതായ സ്നേഹമെന്നാണ് അവർ പറയുന്നത്. മോഹമാണ് വാസ്തവത്തിൽ. മോഹത്തെ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഇംഗ്ലീഷിൽ അതിന് ഇൻഫാക്ച്വേഷൻ എന്ന് പറയും. എന്നുവെച്ചാൽ ശരീരത്തിലെ ഓരോ പ്രായത്തിൽ അതിൻ്റെ ഹോർമോൺസ് വളരുന്നതനുസരിച്ച്, വികാരങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ഒരു അട്രാക്ഷൻ തോന്നും. അത് മെയിൽ ഫീമെയിൽ അട്രാക്ഷനുണ്ട്. അതൊരു ഇൻഫാക്ച്വേഷനാണ്. അത് ആ വൈകാരിക വളർച്ചയിലുണ്ടാകുന്നതാണ്. അത് ഹൃദയത്തിനുള്ള സ്നേഹമല്ല. പക്ഷേ ആ പ്രായത്തിൽ
അത് സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ എന്തൊരു വലിയ ചതിവിലാണ് അനേകർ ചെന്ന് പെടുന്നത്. ഈ മക്കളെ, ശലോമോനും ഇതുപോലെയുള്ളതായ പല കാര്യങ്ങൾ ജീവിതത്തിൽ കണക്കുകൂട്ടിയായിരിക്കണം ശലോമോൻ പറയുന്നത് ഹാ മായ 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 എന്ന്. എന്നാൽ ശലോമോനോ നല്ല ജ്ഞാനിയായിരുന്നു. ലോകത്തിലെ ശലോമോനും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത അധിക കാര്യങ്ങളില്ല. എല്ലാറ്റിനെക്കുറിച്ചും ശലോമോൻ സദൃശവാക്യം എഴുതിയത് ശലോമോൻ തന്നെയാണ്. ആ പുസ്തകം വായിച്ചാൽ അറിയാം എത്ര ജ്ഞാനിയായിരുന്നു ശലോമോൻ എന്ന്. അതിൻ്റെ 12-ാമത്തെ അധ്യായം, സദൃശവാക്യം 12-ാം അധ്യായം 10-ാം വാക്യമായിരിക്കണം. 10 ഒന്ന് വായിച്ചു നോക്കാം. 12-ന്റെ 10 ഒന്ന് വായിക്കാം. നീതിമാൻ തൻ്റെ മൃഗത്തിൻ്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടന്മാരെ ഉള്ളമോ ക്രൂരമത്രേ. ദൈവത്തിന് സ്തോത്രം. ഒരു നീതിമാനായ മനുഷ്യന്, ഒരു യഥാർത്ഥമായ ഒരു ഭക്തി, ദൈവഭക്തിയുള്ളൊരു മനുഷ്യന് തൻ്റെ വളർത്തുമൃഗത്തിൻ്റെ ആവശ്യം പോലും മനസ്സിലാകും. അപ്പോൾ പിന്നെ തൻ്റെ കൂടെ ജീവിക്കുന്നവരുടെ ആവശ്യം മനസ്സിലാകുമോ? സംശയമില്ലല്ലോ. തൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യ, തൻ്റെ കൂടെ ജീവിക്കുന്ന ഭർത്താവ്, തൻ്റെ കൂടെ ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, തൻ്റെ കൂടെയുള്ളവർ, തൻ്റെ ഒപ്പമുള്ളവർ, തന്നോട് സഹവർത്തിത്വത്തിലുള്ളവർ, തന്നോട് ചേർന്ന് വരുന്നവരുടെ ആവശ്യങ്ങൾ അറിയുമോ എന്നുള്ളതിന് സംശയമില്ല. കാരണം മൃഗത്തിൻ്റെ പ്രാണാനുഭവം പോലും അറിയാം. കാരണം അത്ര സെൻസിറ്റീവായിരിക്കും. ജീവനുള്ള കർത്താവായ യേശുവിൽ മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഹൃദയം അത്ര സെൻസിറ്റീവായിരിക്കും. കാരണം ഒരു മൃഗത്തിൻ്റെ ആവശ്യം പോലും അവന് മനസ്സിലാകും. ഒരു മൃഗത്തിന് വെള്ളം കുടിക്കേണ്ട സമയമായെങ്കിൽ, ആഹാരം കഴിക്കേണ്ട സമയമായെങ്കിൽ, അതിൻ്റെ പ്രാണാനുഭവം പോലും, അതിന് വേദന ഉണ്ടാകുന്ന കാര്യം പോലും ഒരു നീതിമാന് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ 30-ാം അധ്യായം എടുക്കാം. സദൃശവാക്യം 30-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ശലോമോൻ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് പറയുന്നത്? കാമുകി കാമുകന്മാരെക്കുറിച്ചോ യുവതി യുവാക്കന്മാരെക്കുറിച്ചോ പ്രേമഭാജനങ്ങളെക്കുറിച്ചോ ഒക്കെ ആയിരിക്കണം ആ വാക്യം. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 19-ാമത്തെ വാക്യം. ആകാശത്ത് കഴുകന്റെ വഴിയും, ആകാശത്ത് കഴുകന്റെ വഴി, പാറമേൽ സർപ്പത്തിന്റെ വഴിയും, പാറമേൽ സർപ്പത്തിന്റെ വഴി, സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും, സമുദ്രമധ്യേ കപ്പലിന്റെ വഴി, കന്യകയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ. കന്യകയോടുകൂടെ പുരുഷന്റെ വഴിയും ഇപ്രകാരം തന്നെയാണ്. കാരണം അത് നശിക്കുകയേ ഉള്ളൂ, നശിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കഴുകൻ്റെ വഴി, കഴുകൻ ഇറയെ കൊണ്ടുപോകുന്നത്, ആകാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിനെ താലോലിക്കാനല്ല, വളർത്താനല്ല, അതിനെ നശിപ്പിക്കാനാണ്. പാറപ്പുറത്ത് കയറിയ പാമ്പിൻ്റെ വഴി, സർപ്പത്തിൻ്റെ വഴി. പാറപ്പുറത്ത് കയറിയ സർപ്പം ഏത് വഴിയിലേക്കും പെട്ടെന്ന് തിരിഞ്ഞു പോകും. മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇന്ന വഴിയിലേക്ക് പോകുമെന്ന് പറയാനേ പറ്റുകയില്ല. അതുപോലെയാണ് പാറപ്പുറത്ത് സർപ്പത്തിൻ്റെ വഴി. അതുപോലെയാണ് നിലയില്ലാ കയത്തിൽ ദിക്കറിയാൻ മേലാത്ത സമുദ്രത്തിൽ കപ്പലിൻ്റെ വഴിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വാസ്തവത്തിൽ എത്രയോ ജ്ഞാനമുള്ള വാക്കുകളാണിതൊക്കെ. ജ്ഞാനം കൊണ്ടുണ്ടായ വാക്കുകളാണിതൊക്കെ. ഇതൊക്കെയാണ് യഥാർത്ഥമായി ശലോമോൻ രാജാവ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ ജ്ഞാനമെന്ന് പറയുന്നത്. അതിൻ്റെ 25, 26, 27 വാക്യം വായിച്ചാൽ എത്ര സൂക്ഷ്മജീവികളെപ്പോലും ശലോമോൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് മനസ്സിലാകും. സൂക്ഷ്മജീവികളെ നമുക്കത് വായിച്ച് കേൾക്കാം. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. ശലോമോൻ അത് പഠിച്ചിരുന്നു. ഉറുമ്പ് ബലഹീന ജാതിയാണ്, പക്ഷേ മഴക്കാലത്ത് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ല, കഴിയില്ല എന്നുള്ളത് കൊണ്ട് വേനൽക്കാലത്ത് ആഹാരം ഉണ്ടാക്കിയിരുന്നു, സമ്പാദിച്ചിരുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. ഓരോന്നും അതാതിൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയുള്ളതായ ആ ജീവികളുടെ താല്പര്യമാണ് ശലോമോൻ മനസ്സിലായത്. ആഹാരം സൂക്ഷിക്കണം. കുഴിമുയൽ അത് ബലഹീന ജാതിയാണ്, അതുകൊണ്ട് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാറയുടെ വെളിയിലാണ് അത് പാർപ്പിടമുണ്ടാക്കുന്നത്. അടുത്തത്, വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. അടുത്തത്, പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരെ അരമനകളിൽ പാർക്കുന്നു. രാജാവിൻ്റെ അരമനയിൽ പാർക്കുന്ന പല്ലിയെ പിടിക്കാൻ പറ്റില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ആ സൂക്ഷ്മതയേറിയ ജീവിതം നിലനിൽക്കണമെങ്കിൽ, ശരീരത്തിൻ്റെ ജീവൻ മാത്രമല്ല, ഒരുവൻ്റെ ആത്മീയ ജീവിതം നിലനിൽക്കണമെങ്കിൽ എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചാലാണ് സാധിക്കുക. ഒരു ബലഹീന മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ തന്നെ
സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന് ശലോമോൻ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രാണൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെങ്കിൽ, നമ്മുടെ ആ വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെങ്കിൽ, കർത്താവ് തന്നതായ ജീവൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെങ്കിൽ നാം എത്രമാത്രം ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരു ഉറുമ്പിനെ നോക്കുക, ഒരു പല്ലിയെ നോക്കുക, ഒരു കുഴിമയിലിനെ നോക്കുക, ഒരു വെട്ടുക്കിളിയെ നോക്കുക. അതെല്ലാം അണിയണിയായിട്ട് പോവുകയാണ്, ഒറ്റയ്ക്കല്ല പറക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വായിക്കുമ്പോഴാണ് ഒരു ശക്തമായ ക്രിസ്തീയ കൂട്ടായ്മയുടെ ബലം, ഒരു കൂട്ടായ്മയുടെ സ്നേഹബന്ധം, ഒരു കൂട്ടായ്മയിൽ നാം ചേർന്ന് നിൽക്കേണ്ടതായ ആവശ്യകത, ആത്മാവിൻ്റെ ആഹാരം തക്ക സമയത്ത് സമ്പാദിക്കുക, ഇതെല്ലാം നാം സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ആത്മാവിൻ്റെ കാര്യം നമുക്ക് ശുഭമായി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാത്തിലും ശലോമോൻ വെൽ പ്ലാൻഡ് ലൈഫായിരുന്നു. പക്ഷേ വാർദ്ധക്യത്തിലെ ഹൃദയമല്ലല്ലോ യൗവനത്തിലെ ഹൃദയം, യൗവനകാലത്തെ ഹൃദയമല്ലല്ലോ വാർദ്ധക്യത്തിലെ ഹൃദയം. ശലോമോൻ വാർദ്ധക്യത്തിൽ വന്നിരുന്നിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തൻ്റെ യൗവനകാലത്ത് താൻ ശരിയായില്ല എന്ന് ശലോമോന് മനസ്സിലാകുന്നു. അത് അയവിറക്കിക്കൊണ്ടാണ് ശലോമോൻ പറയുന്നത്. അതിൻ്റെ 13, 14 വാക്യം 12-ാം അധ്യായം. എല്ലാറ്റിൻ്റെ സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ദൈവത്തിന് സ്തോത്രം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ? എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എല്ലാറ്റിൻ്റെയും എന്തിനാണ് ദൈവം മനുഷ്യന് ആഹാരം തരുന്നു, അതിന് ജീവിക്കാനുള്ള മാർഗങ്ങൾ തരുന്നു, എല്ലാം ദൈവം മനുഷ്യന് വേണ്ടി തരുന്നു. എന്തിനാണ് ഇതെല്ലാം ദൈവം ചെയ്തു തരുന്നത്? കാരണം മനുഷ്യൻ ദൈവത്തോടുകൂടെ ജീവിക്കണം, ദൈവത്തോടുകൂടെ നടക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യൻ ദൈവത്തോടുകൂടെ നടക്കണമെന്നുള്ളതാണ്. അതിന് വേണ്ടതെല്ലാം ദൈവം ചെയ്തു തരികയാണ്. അതുപോലെ തന്നെ ശലോമോൻ ഓർപ്പിക്കുകയാണ്, വചനം കൂടാതെയുള്ള ജീവിതം, ശ്രദ്ധയോടുകൂടെ വചനപ്രകാരം ജീവിക്കുക എന്ന് പറയുന്നത്. അതെന്താണ്? നിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ കേന്ദ്രമെന്ത്? ദ റൂട്ട് ഓഫ് ക്യാരക്ടർ മസ്റ്റ് ബി ദ ബൈബിൾ. ഈ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മുടെ സ്വഭാവം രൂപീകരിക്കാനായിട്ട്. ഈ ബൈബിളിൽ അടിസ്ഥാനമില്ലാത്തൊരു സ്വഭാവം കൊണ്ട് ഒരു യുവാവിനോ യുവതിക്കോ ഒന്നും നേടാനായിട്ടില്ല. നമ്മുടെ സ്വഭാവം ഈ വേദപുസ്തകത്തിൽ റൂട്ടഡായിരിക്കണം, വേദപുസ്തകത്തിൽ വേരുള്ളതായിരിക്കണം നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ശലോമോൻ പറയുകയാണ്, എല്ലാത്തിൻ്റെയും സാരം കേട്ടുകൊള്ളുക, സമാധാനം, സന്തോഷം എന്നെല്ലാം പറയുന്നത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തോടു കൂടെ സഹിച്ച് ജീവിക്കുന്നതിലാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവം എല്ലാം പരിശോധിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ സഹനത്തോടെ ജീവിക്കുന്നതാണ് മനുഷ്യന് സന്തോഷത്തിൻ്റെ അടിസ്ഥാനമെന്ന് ശലോമോൻ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എത്രമാത്രം സൂക്ഷ്മതയോടെ ജീവിക്കുന്നുണ്ട്. ഒരു ദൈവം നമ്മളെ പരിശോധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ ന്യായവിസ്താരത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ദാവീദ് രാജാവിന് ആദ്യം മുതലേ ഈ ബോധമുണ്ടായിരുന്നു. ദാവീദിന് ആദ്യം മുതലേ ബോധമുണ്ടായിരുന്നു. ശലോമോൻ ആ ബോധം വൈകിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, 34-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, എന്താണ് പറയുന്നത്? 34-11 എന്ത് പറഞ്ഞു? മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 11-ാം അധ്യായം 5-ാം വാക്യം, സങ്കീർത്തനം 11-5. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദാവീദിന് ആ ബോധ്യം ആ കാലത്ത് തന്നെയുണ്ട്. ദൈവം നീതിമാനെ ശോധന ചെയ്യും. 26-ാം സങ്കീർത്തനം 2-3 വാക്യം വായിക്കാം. 26-ാം സങ്കീർത്തനം 2-3 വാക്യം. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എൻ്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, എന്നെ പരിശോധിക്കണമേ എന്ന്. 139-ാം സങ്കീർത്തനത്തിലും നമുക്ക് ഈ പ്രാർത്ഥന കാണാം. ദൈവം
എന്നെ ആദ്യം മുതലേ എന്നെ പരീക്ഷിച്ച് എൻ്റെ ഹൃദയത്തിലുള്ളത് അറിഞ്ഞ് എനിക്ക് ശരിയായി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യത്തിലെത്തിയിട്ട് തെറ്റുപറ്റിപ്പോയി എന്ന് ഉപദേശിക്കുന്നതിലും എത്രയോ ശ്രേഷ്ഠമാണ് തെറ്റുപറ്റാ ജീവിക്കാൻ, ജീവിതം യഥാസമയത്ത് തന്നെ കരുണയുള്ള കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പാളിപ്പോയ അവസ്ഥയിലാണോ? നിങ്ങളുടെ ജീവിതം താറുമാറായിപ്പോയ അവസ്ഥയിലാണോ? നിങ്ങളുടെ ബാല്യകാലം നിയന്ത്രണം വിട്ടുപോയ അവസ്ഥയിലാണോ? ദൈവബോധമില്ലാതെ, വചനപ്രിയമില്ലാതെ, ക്രിസ്തു നോക്കുന്നു എന്നറിയാതെ ആണോ നിങ്ങൾ ജീവിച്ചു പോന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. കുറേ കൂടെ നന്നായി ജീവിക്കാമായിരുന്നില്ലേ? കുറേ കൂടെ തെറ്റുകൾ ഒഴിവാക്കാമായിരുന്നില്ലേ? കുറേ പ്രവൃത്തികളും കുറേ വാക്കുകളും ഒഴിവാക്കാമായിരുന്നില്ലേ? അനേക കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? മുന്നമേ യേശുവിനെ വിളിക്കാമായിരുന്നില്ലേ? നേരത്തെ ക്രിസ്തുവിലേക്ക് നോക്കാമായിരുന്നില്ലേ? സഹോദരങ്ങളെ, നമുക്ക് പലതും സാധ്യമായിരുന്നു. എന്നാൽ നമ്മുടെ അനേകരുടെ ജീവിതം പതറിപ്പോയിട്ടുണ്ട്, പാളിപ്പോയിട്ടുണ്ട്, പ്രയോജനം കുറഞ്ഞു പോയിട്ടുണ്ട്, പ്രയോജനമില്ലാതായി പോയിട്ടുണ്ട്. എന്നാൽ എല്ലാം പുതുക്കിത്തരാൻ കഴിയുന്നവനായ നസ്രായനായ യേശു, അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിലയേറിയ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ രക്തം നമുക്ക് വേണ്ടി ഊറ്റിയ കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, കാലം വൈകിയിട്ടില്ല, കാലം തീർന്നു പോയിട്ടില്ല. ലജ്ജ കൂടാതെ, മടി കൂടാതെ ഈ ജീവനുള്ള കാലത്ത് ഇപ്പോഴെങ്കിലും നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാം, ക്രിസ്തുവിലേക്ക് തിരിയാം. വൈകിപ്പോയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. എല്ലാം നന്നാക്കി തരാൻ കഴിയുന്നവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മളെ നടത്തട്ടെ. സ്വർഗീയ പിതാവേ, ഈ തന്ന സമയത്തിനായി, തന്ന ചിന്തകൾക്കായി, ഞങ്ങൾക്കെന്ന സുബോധത്തിനായി സ്തോത്രം. കരം പിടിച്ച് നടത്തണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.